സോ ഇപ്പോൾ നമ്മൾ 22 years ആയി ഇൻ ദ റിയൽ എസ്റ്റേറ്റ് ഫീൽഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്താണ്? ഔട്ട് ഓഫ് ഓൾ ദി ഇൻഡസ്ട്രീസ് വൈ ഡു യു ഗൈസ് ചൂസ് റിയൽ എസ്റ്റേറ്റ്? ഈ റിയൽ എസ്റ്റേറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കൊരു പാഷനായിട്ട് എടുത്ത ആൾക്കാരാണ്. കാരണം ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പേ മറ്റു പല ഫീൽഡുകളിൽ വർക്ക് ചെയ്ത് അവിടുന്ന് നമ്മൾ ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്തു. അങ്ങനെ അതൊരു പാഷനായിട്ട്, അതെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഒരുപാട് നല്ല നല്ല ക്ലയൻസ് ആയിട്ടുള്ള മീറ്റിംഗ്സ്, ഒരുപാട് നല്ല കോൺടാക്ട്സ് കിട്ടുന്ന ഒരു ഫീൽഡാണ് റിയൽ എസ്റ്റേറ്റ് ഫീൽഡ്. ഒരുപാട് നെറ്റ്വർക്ക് ഒക്കെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതും സമൂഹത്തിലുള്ള പ്രമുഖരായ വ്യക്തികളുമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് റിയൽ എസ്റ്റേറ്റ് ഫീൽഡ്. അതുകൊണ്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്തത്. അത് രണ്ടുപേരും ഇതായിരുന്നു, നമ്മൾ രണ്ടുപേരും ഒരു ബിൽഡേഴ്സിന്റെ കൂടെ ആയിരുന്നു. യെസ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്ത ഒരു ബിൽഡേഴ്സിന്റെ കൂടെ ആയിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. മുരളി ഏകദേശം 10 വർഷത്തോളം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഒരു 5 years അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു തോട്ട് വരികയും എന്തുകൊണ്ട് ഒരു പ്രൊഫഷണൽ റിയൽ എസ്റ്റേറ്റ് ഏജൻസി കോഴിക്കോട് തുടങ്ങിക്കൂടാ എന്നുള്ളൊരു തോട്ട് വന്നത്. 13 വർഷം 2012 ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളൊരു പ്രൊഫഷണൽ റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാധാരണ ബ്രോക്കേഴ്സ് എന്ന് പറയുമ്പം അവർ ചെയ്യുന്ന ബിസിനസ്സും ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അന്നൊന്നും ഇത്ര അധികം ചാനൽ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, കേരളത്തിലെ ബിൽഡേഴ്സ്, പ്രത്യേകിച്ച് കോഴിക്കോട്ടെ ബിൽഡേഴ്സ് ചാനൽ പാർട്ട്നേഴ്സ് ത്രൂ ബിസിനസ് ചെയ്തിരുന്നില്ല. അവർ തന്നെ അവരുടെ ബിൽഡേഴ്സിൽ സെയിൽസ്മാൻമാരെ വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നൊരു രീതിയായിരുന്നു. അതിൽ നിന്ന് മാറി ഇപ്പം ഒരുപാട് ബിൽഡേഴ്സ് ഈ ഒരു ചാനൽ പാർട്ട്നേഴ്സ് ത്രൂ ബിസിനസ് ചെയ്യുന്നൊരു രീതിയിലേക്ക്, അന്ന് തന്നെ ബാംഗ്ലൂരിലും ഡൽഹിയിലും ബോംബെയിലും എല്ലാവരും ചാനൽ പാർട്ട്നേഴ്സ് ത്രൂ ആണ് വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോഴിക്കോടും അതുപോലത്തെ ഇതായി. നമ്മൾ തുടങ്ങിയിടത്തുനിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ബിൽഡേഴ്സ് സെക്ടറിൽ വന്നു. റേറ്റിന്റെ കാര്യത്തിലാണ് ഡ്രാസ്റ്റിക് ചേഞ്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്ന് തുടങ്ങുന്ന സമയത്ത് ഒരു 4 പേര് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ന്യൂടൗൺ റിയൽറ്റേഴ്സ് എന്നതിൻ്റെ റീബ്രാൻഡ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ 2 പേരാണ് ന്യൂടൗൺ റിയൽറ്റേഴ്സിൻ്റെ റിയൽ എസ്റ്റേറ്റ് വിങ് കൈകാര്യം ചെയ്യുന്നത്.